പുതിയ നിയമം ഒരു ദിവസം ഒരധ്യായം വെച്ച് വായിക്കുകയും അതിന്റെ വിശകലനങ്ങൾ രാജനച്ഛൻ അതേ ദിവസം രാവിലെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു. കേക്കാവോ? കേക്കാവോ? കേക്കാം. ഇന്നത്തെ നമ്മുടെ ആത്മീയവും ലൗകികവുമായ ജീവിതത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് അച്ഛൻ വളരെ ലളിതമായ ഭാഷയിൽ വ്യാഖ്യാനിച്ചു. ഇന്ന് ഓഗസ്റ്റ് 1 മുതൽ തുടങ്ങുന്ന പഴയ നിയമത്തിനെ കുറിച്ച് ഇന്ന് അച്ഛൻ ഒരു ആമുഖം തരുന്നതായിരിക്കുന്നു. ഈ ഒരു പുതിയ നിയമം അവസാനിച്ചു. അച്ഛനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവകൃപയാൽ അത് മൊത്തം വായിച്ചു തീർക്കുവാൻ നമുക്ക് സാധിച്ചു. ഇന്ന് അതിന് പാട്ട് പാടാനായി റേച്ചലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Hello everybody. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിടും സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനി സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തെ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തെ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകയിൽ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുകയിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. താങ്ക് യു റേച്ചൽ. നമ്മുടെ ബൈബിൾ റീഡിങ്ങിനായിട്ട് മിന്റുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ ഇന്ന് വായിക്കുന്നത് സങ്കീർത്തനം 34 ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും.
എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ. നമ്മുടെ പുതിയ നിയമം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടും അച്ഛൻ 2 ക്ലാസ് നമുക്ക് എടുത്തിരുന്നു. ഇനിയും ഓഗസ്റ്റ് 1 മുതൽ നമ്മുടെ പഴയ നിയമം ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായി ഇന്ന് അച്ഛൻ പഴയ നിയമത്തെക്കുറിച്ച് ഒരു ആമുഖത്തിന്റെ മെസ്സേജ് തരുന്നതായിരിക്കും. ആ ഒരു മെസ്സേജിനായി അച്ഛനെ ഞാൻ ക്ഷണിച്ചോളുന്നു. അച്ഛാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ഡിസംബർ മാസം 1-ാം തീയതി മുതൽ ബൈബിൾ റീഡിംഗ് പ്രോഗ്രാം നമ്മൾ ആരംഭിച്ചു. അനുഗ്രഹീതമായിട്ട് പുതിയ നിയമം വായിച്ചു തീർക്കുവാൻ നമുക്കിടയായി. അതിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ പഴയ നിയമത്തെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. പുതിയ നിയമം നമ്മൾ ആരംഭിച്ചപ്പോൾ ഞാൻ വേദപുസ്തക രൂപീകരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് ഒരുപക്ഷെ അന്ന് ക്ലാസ്സിൽ കേൾക്കാത്ത പലരും ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പഴയ നിയമത്തിലേക്ക് പ്രവേശിക്കാം. ബൈബിൾ എന്ന വാക്ക് ഗ്രീക്കിൽ ബിബ്ലിയോസ് ഓർ ബിബ്ലിയോൺ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം കളക്ഷൻ ഓഫ് ബുക്സ് അഥവാ ഗ്രന്ഥങ്ങളുടെ ശേഖരം എന്നാണ് അർത്ഥം. ഗ്രന്ഥങ്ങളുടെ ശേഖരം എന്ന് പറഞ്ഞാൽ ബൈബിൾ എന്ന് പറയുന്നത് ഒരു പുസ്തകമല്ല, പല പുസ്തകങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ട് ഒരു പുസ്തകമാക്കി മാറ്റപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അതിന് ബിബ്ലിയോസ് അല്ലെങ്കിൽ ബിബ്ലിയോൺ എന്ന വാക്ക് അല്ലെങ്കിൽ ബൈബിൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് 66 പുസ്തകങ്ങളുള്ള ബൈബിളുണ്ട്, 73 പുസ്തകങ്ങളുള്ള ബൈബിളും ഉണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ പൊതുവെ ഉപയോഗിക്കുന്നത് 66 പുസ്തകങ്ങളുള്ള ബൈബിളാണ്. എന്നാൽ അപ്പോസ്തോലിക സഭകൾ ആദിമകാലം മുതൽ ഉപയോഗിച്ചു വരുന്നത് 73 പുസ്തകങ്ങളുള്ള ബൈബിളാണ്. അതായത് പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ
പഴയ നിയമം 39 പുസ്തകങ്ങളും പുതിയ നിയമം 27 പുസ്തകങ്ങളും, അങ്ങനെയാണ് 66 പുസ്തകങ്ങൾ. മറ്റേതില് പഴയ നിയമം 46 പുസ്തകങ്ങളും പുതിയ നിയമം 27 പുസ്തകങ്ങളും, അങ്ങനെ 73 പുസ്തകങ്ങൾ. പുതിയ നിയമത്തിൽ എങ്ങും മാറ്റമില്ല, പഴയ നിയമത്തിലാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത്. അതിനുമായി ബന്ധപ്പെട്ട് അതിന്റെ ചരിത്രം അല്പം മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ നല്ലതാണ്. പഴയ നിയമ പുസ്തകങ്ങൾ ആദ്യം ക്രോഡീകരിച്ചത് യഹൂദന്മാരാണ്. BC 300-നോടടുത്ത് മോശെ എഴുതി എന്ന് അവർ വിശ്വസിക്കുന്ന പുസ്തകങ്ങളും അതിനോട് ചേർന്നുള്ള ആ പഞ്ചഗ്രന്ഥങ്ങളും അതിനോട് ചേർന്നുള്ള മറ്റു പുസ്തകങ്ങളുമായി അലക്സാണ്ട്രിയൻ കാനൻ എന്നതിന് പറയും. 70 യഹൂദ റാബിമാർ ഒന്നിച്ചുകൂടി പഴയ നിയമ പുസ്തകങ്ങൾ എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ പേരാണ് സെപ്റ്റുജന്റ് എന്ന് പറയും. അതായത് സെപ്റ്റുജന്റ് എന്ന ഗ്രീക്ക് പറഞ്ഞാൽ 70 എന്നാണ് അർത്ഥം. 70 മതപണ്ഡിതന്മാർ, യഹൂദ പണ്ഡിതന്മാർ ചേർന്നിരുന്ന് അവർ പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഴയ നിയമം 46 പുസ്തകങ്ങൾ അവർ സ്വീകരിച്ചു. അന്ന് പുതിയ നിയമം യേശുക്രിസ്തു ആ സമയത്ത് വന്നിട്ടില്ലല്ലോ. അതിനുശേഷം അതിനാണ് അലക്സാണ്ട്രിയൻ കാനൻ എന്ന് പറയുന്നത്. അതിനുശേഷം AD 300-നോടടുത്ത് വീണ്ടും യഹൂദന്മാർ കൂടി 7 പുസ്തകങ്ങൾ അവർ തള്ളിയിട്ട് 39 പഴയ നിയമ പുസ്തകങ്ങൾ അവർ സ്വീകരിച്ചു. അതിനുള്ള കാരണം അവർ പ്രവാസകാലത്ത് പോയപ്പോൾ ഗ്രീക്കിൽ എഴുതിയ പുസ്തകങ്ങളൊന്നും അവർ സ്വീകരിച്ചില്ല, അതെല്ലാം അവരങ്ങ് തള്ളി. എന്നിട്ട് എബ്രായ ഭാഷയിൽ എഴുതിയ പുസ്തകങ്ങൾ മാത്രം അവർ സ്വീകരിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് അത് 39 പുസ്തകങ്ങളായിട്ട് ചുരുങ്ങിയത്. അതിന് പാലസ്തീനിയൻ കാനൻ എന്നാണ്, കാനൻ എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥം. അങ്ങനെ അലക്സാണ്ട്രിയൻ കാനനും പാലസ്തീനിയൻ കാനനും ഉണ്ട് ബൈബിൾ രൂപീകരണത്തിൽ. ഇത് പഴയ നിയമത്തിലാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പം അതിനകത്ത് പുതിയ വിട്ടുകളഞ്ഞ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. തോബിത്ത്, യൂദിത്ത്, പ്രഭാഷകൻ, ജ്ഞാനം, 1 അല്ലെങ്കിൽ ബാറൂക്ക്, 1-2 മക്കാബിയർ, അങ്ങനെ ആ 7 പുസ്തകങ്ങളാണ്. വിടാനുള്ള കാരണം അത് ഗ്രീക്കിൽ എഴുതി എന്നുള്ളത് കൊണ്ടാണ് അവരത് തള്ളിക്കളഞ്ഞത്. എന്നാൽ അപ്പസ്തോലിക സഭകളെല്ലാം ഈ 46 പുസ്തകങ്ങൾ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും 27 ചേർന്ന് 73 പുസ്തകങ്ങളാണ് അപ്പസ്തോലിക സഭകൾ എല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. AD 363-ൽ കൂടിയ ലവോദിക്ക കൗൺസിലും അതിനുശേഷം AD 397-ൽ കൂടിയ കാർത്തേജ് കൗൺസിലും ഈ 46 പുസ്തകങ്ങൾ പഴയ നിയമത്തിലെ അവർ സ്വീകരിച്ചു. അതിനുശേഷം പിന്നെ ഇതിനകത്ത് മാറ്റം വരുന്നത്, ക്രൈസ്തവ സഭയിൽ നിന്ന് മാറ്റം വരുന്നത് പ്രൊട്ടസ്റ്റാന്റിനിസം ഉടലെടുത്ത് 1567 കത്തോലിക്ക സഭയിലെ ചില പഠിപ്പിക്കലുകൾക്കെതിരായിട്ട് അന്നുണ്ടായതാണല്ലോ ഇത് പ്രൊട്ടസ്റ്റാന്റിനിസം. മാർട്ടിൻ ലൂതറിന്റെ ആ നേതൃത്വത്തിൽ അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, കത്തോലിക്ക സഭയോടുള്ള ആ ഒരു എതിർപ്പുമായി ബന്ധപ്പെട്ട് അന്ന് വരെ ഉണ്ടായിരുന്ന 46 പുസ്തകങ്ങൾ അലക്സാണ്ട്രിയൻ കാനൻ വിട്ടിട്ട് പാലസ്തീനിയൻ കാനനിലുള്ള 39 പുസ്തകങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ അപ്രകാരം വരാനുള്ള കാരണം. അപ്പൊ ഞാൻ ഈ വേദപുസ്തകത്തിന്റെ എന്തുകൊണ്ട് ഈ 66 പുസ്തകങ്ങളുള്ള ബൈബിളും എന്തുകൊണ്ട് 73 പുസ്തകങ്ങളുള്ള ബൈബിളും വരാനുള്ള കാരണം ആമുഖമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നമ്മളത് ഒന്ന് മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പഴയ നിയമം എഴുതാനുള്ളൊരു കാരണമുണ്ട്. അതായത് ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂ യാത്ര വരെ അവർക്ക് എഴുതപ്പെട്ട രേഖകൾ, പ്രമാണങ്ങളോ നിയമങ്ങളോ ഗ്രന്ഥങ്ങളോ ഒന്നുമില്ലായിരുന്നു.
ആകെ ഉണ്ടായിരുന്നത് പിതാക്കന്മാരുടെ അനുഭവങ്ങൾ വായ്മൊഴികളായും പാട്ടുകളായും അല്ലെങ്കിൽ കഥകളായും ഒക്കെ അവരുടെ ഇടയിൽ അവരെ ഇങ്ങനെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ പിതാക്കന്മാരെന്ന് പറയുന്നത് നമുക്കറിയാം, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ 12 മക്കൾ. അവരെയാണ് വാഗ്ദത്ത പിതാക്കന്മാരെന്ന് നമ്മൾ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെ, അവസാനം വരെ ഈ പിതാക്കന്മാരുടെ ചരിത്രമാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഇവർക്ക് ഇങ്ങനെ അവരുടെ അപ്പന്മാരൊക്കെ പറഞ്ഞു കേട്ടുള്ള, അങ്ങനെ കേൾവിയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില കഥകളും അല്ലെങ്കിൽ അതൊക്കെ പാടാനുള്ള പാട്ടുകളായിട്ടും ഒക്കെ അവരുടെ ഇടയിലുണ്ട്. പക്ഷെ എഴുതപ്പെട്ട രേഖകളൊന്നും തന്നെ അവരുടെ കയ്യിലില്ല. ഇപ്പൊ മോശയാണല്ലോ മരുഭൂ യാത്രയിൽ അവരെ അത് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ മോശക്ക് മനസ്സിലായി, ഇനി ഇസ്രായേൽ ജനം ചെല്ലുന്നത് നമുക്കറിയാം കനാൻ ദേശത്തേക്കാണ്. അവിടെ താമസിക്കുന്നത് വിജാതീയരായ കനാന്യരാണ്. അവർക്ക് അവരുടേതായ രേഖകളും അവരുടെ ദൈവത്തെ പറ്റിയുള്ള ചരിത്രങ്ങളും എഴുതപ്പെട്ട രേഖകളൊക്കെ അവർക്കുണ്ട്. അപ്പൊ ഇസ്രായേൽ ജനത്തിന് അതില്ലാതെ വന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവരുമായിട്ടുള്ള ആ സമ്പർക്കത്തിൽ അവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവരുടെ ചരിത്രം പഠിക്കുവാനും സത്യദൈവത്തിന്റെ കാര്യം മറന്നു പോകാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മോശ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതാൻ തുടങ്ങിയെന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പം അത് മാത്രമല്ല, കനാനിൽ ചെന്ന് പറഞ്ഞ് സംഭവിക്കാൻ പോകുന്നത് ഈ മരുഭൂ യാത്രയിൽ അവർക്കുണ്ടായിരുന്ന ശക്തമായ അനുഭവം ഇനി സ്ഥിരമായി താമസിക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല. കാരണം മരുഭൂ യാത്ര നമുക്കറിയാം, അവരെ ചെങ്കടൽ കടന്ന അനുഭവം അവർ ഇത് നേരിൽ കണ്ടതാണ്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവരെ വഴി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വിശന്നപ്പോൾ മന്നായും കാടൽ പക്ഷിയും പാറയിൽ നിന്നുള്ള വെള്ളവും ഒക്കെ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കനാനിൽ ചെന്ന് കഴിയുമ്പോൾ, ഈ മരുഭൂയാത്ര അവസാനിക്കുമ്പോൾ ഇതേ അനുഭവങ്ങൾ ഇനി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അവർ സത്യദൈവത്തെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നും മോശ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർക്ക് അവരുടെ പിതാക്കന്മാരെ പറ്റി, യഹോവയായ ദൈവത്തെ പറ്റി, സത്യദൈവത്തെ പറ്റിയുള്ള ചരിത്രം അവർക്ക് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതാൻ ആരംഭിക്കുന്നത്. അങ്ങനെ ഈ 40 വർഷത്തെ മരുഭൂ യാത്രയിലാണ് മോശ ആദ്യത്തെ 5 പുസ്തകം എഴുതിയെന്നാണ് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും വിശ്വസിക്കുന്നത്. മാത്രമല്ല, അബ്രാഹാമിനെ പൂർവ്വപിതാവായി അംഗീകരിക്കുന്ന 3 മതങ്ങൾ ഇവിടെ ഉണ്ട്. യഹൂദ മതം, ഇസ്ലാം മതം, ക്രൈസ്തവ മതം. അവരെ സെമിറ്റിക് ഗ്രൂപ്പ് എന്നാണ് അവരെ വിളിക്കുക. ഈ 3 മതത്തിന്റെയും പൂർവ്വപിതാവ് അബ്രാഹാം എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ അബ്രാഹാമിനെ പൂർവ്വപിതാവായി അംഗീകരിക്കുന്ന എല്ലാ മതങ്ങളും ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇത് മോശ എഴുതിയതാണെന്നുള്ള ഒരു വിശ്വാസമാണ് അവർക്കുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ, അപ്പൊ ഇസ്രായേൽ ജനം അത് കനാനിൽ വന്ന് സ്ഥിരതാമസമായപ്പോൾ അവര് മറ്റ് ദൈവത്തിലേക്ക് പോയതായ സാഹചര്യവും പ്രവാചകന്മാർ അതിനെതിരായിട്ട് ശബ്ദിക്കുന്ന ഭാഗങ്ങളും നമുക്ക് പ്രവാചക പുസ്തകങ്ങളിൽ ധാരാളം കാണാൻ പറ്റും. ഒരു വേദഭാഗം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വേദഭാഗം വളരെ വേഗം ഒന്ന് വായിക്കാം. അവിടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കനാനിൽ വന്ന് സ്ഥിരതാമസമായപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അവിടെ വളരെ വ്യക്തമാണ്. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും. ഇപ്പൊ അവിടെ നിർത്തുക. ഇവിടെ അതായത് യിരെമ്യാ പ്രവാചകൻ
വായിക്കുന്നത് കേൾക്കുന്നില്ല. ഇപ്പൊ കേക്കാം. ഓക്കെ. ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂയാത്രയുടെ 40 സംവത്സരമാണ് അവിടെ യൗവനകാലം എന്ന് പറയുന്നത്. യഹോവയുടെ അന്ന് വിതയ്ക്കാത്ത ദേശത്തൂടെ നടന്നു. മരുഭൂമിയിൽ അവർക്ക് വസ്തുക്കളില്ല, വിതയില്ല, കൊയ്ത്തില്ല, ഒന്നുമില്ല. മനസ്സിലായില്ല? അതാണ് വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി. യൗവനം എന്ന് പറയുന്ന അവൾ ആ മരുഭൂ യാത്ര ചെയ്ത ആ 40 ദിവസത്തെ 40 വർഷത്തെ അവളുടെ യാത്രയാണ് അവിടെ യൗവനകാലമായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നു വിവാഹ നിശ്ചയിക്കപ്പെട്ട നാൾ. യഹോവയും ഇസ്രായേലുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടന്നു എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് വിവാഹ നിശ്ചയിക്കപ്പെട്ട മണവാട്ടിയായിട്ടാണ് ഇസ്രായേലിനെ കാണുക. ആ വിവാഹ നിശ്ചയമായിരുന്നു സീനായി ഉടമ്പടി. മോശയെ വിളിച്ച് പർവ്വതത്തിൽ കയറി 12 കൽപ്പനകൾ കൊടുത്തിട്ട് ഇത് പാലിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിന്റെ ദൈവവുമായിരിക്കും. ഇത് നിങ്ങൾ ലംഘിക്കുമ്പോൾ ഞാൻ നിനക്ക് ദൈവമോ നീ എൻ്റെ ജനമോ ആയിരിക്കില്ല എന്ന് യഹോവയായ ദൈവം പറഞ്ഞു. ഇതിന്റെ ഒരു ഭാഗം നമ്മുടെ വിവാഹ കൂദാശയിൽ അവസാനത്തെ അനുഗ്രഹ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇതാണ് മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോടെ ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നമ്മളെയും സംഘം മുഴുവനെയും വാഴ്ത്തുമാറാകട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടി പഴയ നിയമ ഇസ്രായേൽ ജനമാണ്. അവളോടെ ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്ന അവളുമായിട്ടുള്ള വിവാഹ ഒരു ഉടമ്പടിയായിരുന്നു. ആ ഉടമ്പടിയായിരുന്നു അവർ കൊടുത്ത കൽപ്പന. എന്നാൽ എന്ത് ചെയ്തു? അവർ അത് ലംഘിച്ചിട്ട് മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോയപ്പോഴാണ് യഹോവയായ ദൈവം മറ്റൊരു മണവാട്ടിയെ കണ്ടെത്തി. ആ മണവാട്ടിയാണ് ഞാനും നിങ്ങളുമാകുന്ന പുതിയ നിയമസഭ. അപ്പം നമ്മളും യേശുക്രിസ്തുവുമായുള്ള വിവാഹ നിശ്ചയം നടന്നു. വിവാഹ നിശ്ചയം എന്ന് പറയുന്നതാണ് മോതിര വാഴ്വ്. അതാണ് നമ്മുടെ വിവാഹ കൂദാശയിൽ പാടുന്നില്ലേ? എന്നെ മാമോദീസായിൽ ആത്മീയായുധമാണിയേച്ചാൻ വിരലിൽ മേൽമേൽ രക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. മാമോദീസ 2 കാര്യങ്ങൾ നടക്കുന്നു. ഒന്ന്, സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള സർവായുധ വർഗം നമ്മളെ ധരിപ്പിക്കുന്നു. രണ്ടാമത്, വിരലിന്മേൽ മെയ് രക്തങ്ങൾ മോതിരമായിട്ട് എൻപേർക്കേകി. ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാകുന്ന മോതിരം നമുക്ക് നൽകിയ വിവാഹത്തിന്റെ നിശ്ചയം കഴിഞ്ഞു. ഇനിയുള്ളത് കിരീടവാഴ്വിന്റെയാണ്, ഒന്നിച്ച് താമസിക്കാനുള്ള അനുവാദം. അതാണ് ക്രിസ്തുവിന്റെ 2ാമത്തെ വരവ്. ആ വരവിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതിനാണ് കർത്താവ് ബുദ്ധിയുള്ള കന്യകമാരുടെ ഉപമ പറഞ്ഞത്. അതുകൊണ്ടാണ്. പോട്ടെ, ഇനി നമ്മളെ ഇത് വളരെ വേഗം താഴെയുള്ള ഭാഗങ്ങൾ ഇതാണ് പറഞ്ഞ അത് മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് നീ എന്നെ അനുഗമിച്ച നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹ നിശ്ചയിക്കപ്പെട്ട നാളിലെ സ്നേഹവും ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. ഇനിയും ബാക്കി വായിച്ചു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യ ഫലവുമാകുന്നു. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി തീരും. അവർക്ക് ദോഷം വന്നു ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. ആദ്യം ഇസ്രായേലിനെ കുറിച്ച് യഹോവയുടെ അരുളപ്പാട് എന്റെ വിളവിന്റെ ആദ്യ ഫലമാണ്, അവരെ ഉദ്ധരിക്കുന്നവരൊക്കെ ശിക്ഷ അനുഭവിക്കുമെന്ന് അത്രമാത്രം ദൈവം സ്നേഹിച്ച ഒരു ജനതയാണത്. ഇനി അടുത്ത വാക്യം വായിക്കും. ഇപ്പം വായിച്ചതിന്റെ ബാക്കി. ഗ്രഹത്തിലെ സകല വംശങ്ങളുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്നു മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്രതന്മാർ ആയി തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ട് അന്യ ദൈവങ്ങളുടെ മിഥ്യാമൂർത്തികളുടെ പിന്നാലെ പോയി. പിന്നെ വായിച്ചു ഭക്തന്മാരായി തീരുവാൻ തക്കവണ്ണം അവർ എന്നിൽ എന്തൊരു അന്യായം കണ്ടു. ദേശമായി, വരൾച്ചയും കൂരിരും ഉള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല. ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നു.
എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എന്റെ ദേശത്തെ അശുദ്ധമാക്കി എന്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. ന്യായപ്രമാണജ്ഞന്മാർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. യഹോവ മുഖാന്തരം പ്രവചിക്കേണ്ട പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. പ്രയോജനമില്ലാത്തവയോട് ചേർന്ന് നടന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ വന്നിട്ട് അങ്ങനെ എല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ 13-ാം വാക്യം വായിലേ, എന്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു, അല്ലെ? എന്റെ ജനം ജീവജലത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ച് വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളെ കുഴിക്കുന്നു. അതാണ് കണ്ടോ. അപ്പൊ അവര് കനാനിൽ വന്ന് സ്ഥിരതാമസമായപ്പോൾ സ്വന്തമായി ഭൂമിയായി, വസ്തുക്കളായി, ആടുമാടുകളായി, വ്യവസായമായി. അപ്പൊ ദൈവത്തെ വിട്ടിട്ട് കൃഷിയുടെ ദേവന്റെ പിന്നാലെ അവർ പോയി, സൂര്യന്റെ ദേവന്റെ പിന്നാലെ പോയി, മഴയുടെ ദേവന്റെ പിന്നാലെ പോയി. അങ്ങനെ യഹോവയെ അവർ ഉപേക്ഷിക്കും. ഇത് മോശയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മോശ അവരുടെ ദൈവാനുഭവം, പിതാക്കന്മാരുടെ ദൈവാനുഭവം, ആ ചരിത്രം ഇസ്രായേൽ ജനത്തിന് വേണ്ടി എഴുതി കൊടുത്തത്. അതുകൊണ്ടാണ്. ഇത് തന്നെ യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിത് കാണാൻ പറ്റും. യോശുവ ഇസ്രായേൽ ജനത്തെ കൊണ്ട് വരുമ്പോൾ ശേഖേം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിലെയും ഗോത്രപിതാക്കന്മാരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അബ്രാഹാമിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് മുതൽ ഇന്നിവിടെ വരെ വരുവാനുണ്ടായ സാഹചര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവരെ സത്യം ചെയ്യിക്കുന്നുണ്ട്. എന്നിട്ട് യോശുവ ആദ്യത്തെ സത്യം ചെയ്യുകയാണ്, ഞാനും എൻ്റെ ദൈവവും, ഞാനും എൻ്റെ ജനവും ഞങ്ങൾ യഹോവയെ മാത്രമേ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ മാത്രമേ സേവിക്കുകയുള്ളൂ. ഞങ്ങൾ ഇനിയും ഇന്ന് എല്ലാ ഗോത്രപിതാക്കന്മാരെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ട് അതിൻ്റെ സാക്ഷ്യത്തിനായി ഒരു കല്ലെടുത്ത് കരുവേലകത്തിന്റെ ചുവട്ടിൽ അവിടെ കുഴിച്ചിടുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം സമയം പോലെ നിങ്ങൾ വായിക്കുക. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യോശുവയ്ക്കും അറിയാം. അതുകൊണ്ടാണ് ജനത്തെ നേരത്തെ സത്യം ചെയ്യിച്ചു, യഹോവയെ വിട്ട് ഞങ്ങൾ എങ്ങും പോകരുത്. പിന്നെ അവർ പോയി എന്നുള്ളത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മോശയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ നടത്തിപ്പിനുള്ള പിതാക്കന്മാരുടെ ചരിത്രങ്ങള്, ദൈവം എങ്ങനെ അവരെ വഴി നടത്തി എന്നവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി പഴയ നിയമം എഴുതാൻ ആരംഭിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ എഴുതിയെന്ന് പറയുമ്പോൾ ബൈബിൾ വെറും ഒരു ചരിത്ര രേഖയോ മാനുഷിക ബുദ്ധിയിൽ നിന്ന് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമോ അല്ല. ബൈബിൾ രചനയിലെ ദൈവികമായ ഘടകവും മാനുഷികമായ ഘടകവും, 2 ഘടകങ്ങളും ഒരുപോലെ ഉൾച്ചേർന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബൈബിൾ എഴുതപ്പെട്ടത് ദൈവനിവേശിതമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ് ഓർ ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവിന്റെ പ്രേരണയാൽ ആണ് ബൈബിൾ എഴുതപ്പെട്ടത്. നമുക്ക് അതിന് 2 വേദഭാഗങ്ങൾ ഞാൻ പറയാം. നേരത്തെ നമ്മൾ ചിന്തിച്ചാണ് ഓർമ്മ. 2 തീമോത്തിയോസ് 3:16. 2 തീമോത്തിയോസ് 3:16. അവിടെ പൗലോസ്ലീഹ പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവസ്വാസ്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്. അതുപോലെ തന്നെ പത്രോസ്ലീഹ പറയുന്നത് 2 പത്രോസ് 1:20-21 വാക്യങ്ങൾ. 2 പത്രോസ് 1:20-21 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പ്രകാരം നമ്മൾ വായിക്കുന്നു, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ പൗലോസ്ലീഹായും പത്രോസ്ലീഹായും വളരെ വ്യക്തമായി പറയുന്നു, ഇത് വെറും മാനുഷിക ബുദ്ധിയിൽ നിന്ന് രചിക്കപ്പെട്ട അല്ലെങ്കിൽ വെറും ഒരു ചരിത്രമോ അല്ല അങ്ങനെ എഴുതപ്പെട്ട ഒരു പുസ്തകവുമല്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാല് ദൈവം പരിശുദ്ധാത്മാവ് ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ട് അത് എഴുതി വെച്ചെന്നല്ല അർത്ഥം. ബൈബിൾ ഒരിക്കലും ഒരു കേട്ടെഴുത്തല്ല.
ദൈവം മനുഷ്യന്റെ ബുദ്ധിയിലും അവന്റെ യുക്തിയിലും അവന്റെ ജീവിതത്തിലും ഇടപെട്ടിട്ട് ആ മാനുഷിക ബുദ്ധിയിൽ ഉള്ള പ്രേരണ മുഖാന്തരമാണ് ഇത് എഴുതപ്പെടുക. അതുകൊണ്ടാണ് ദൈവിക ഘടകവും മാനുഷിക ഘടകവും ഒരുപോലെ ബൈബിൾ രചനയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളുണ്ട്. ആ വെളിപ്പെടുത്തലുകളെ ഒരിക്കലും പൂർണ്ണമായി അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും സാധിക്കത്തില്ല. കാരണം മനുഷ്യൻ സൃഷ്ടിയാണ്, ദൈവം സൃഷ്ടിതാവാണ്. ഞാൻ ഇതിനു മുൻപ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൃഷ്ടിതാവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. ഇപ്പൊ നമ്മളിരിക്കുന്ന കസേര, ഉപയോഗിക്കുന്ന മേശ, ഉപയോഗിക്കുന്ന പുസ്തകങ്ങള്, ബുക്കുകള്, അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി, ഇതെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാണ്. അതിലേതെങ്കിലും ഒരു സാധനത്തിന് അത് സൃഷ്ടിച്ച മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അവന്റെ അനേകായിര പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ സാധനം എന്ന് പറയുന്നത്. ആയതുപോലെ ദൈവത്തിന്റെ അനേകായിര പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യന്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സൃഷ്ടിതാവിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് മാനുഷികമായ പരിമിതികളും അതിൻ്റെ കുറവുകളൊക്കെ ഉണ്ടാവും. അതുപോലെ നമുക്കറിയാം, ഇപ്പൊ പുറപ്പാട് പുസ്തകം 3:13-14 വാക്യങ്ങൾ, പുറപ്പാട് പുസ്തകം 3:13-14 വാക്യങ്ങൾ, ദൈവം മോശയെ ഇസ്രായേൽ ജനത്തെ വിളിച്ചു മിസ്രൈമിനെ വിടുവിക്കാൻ വേണ്ടി അയക്കുന്നതായ സംഭവമാണ്. അയക്കുമ്പോൾ മോശ ദൈവത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ അവിടെ ചെന്ന് ഫറവോനോട് ആര് എന്നെ അയച്ചു എന്നാണ് ഞാൻ പറയേണ്ടത്? ദൈവം പറയുന്ന ഒരു മറുപടി അവിടെ ഉണ്ട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഞാൻ ആരെന്ന് പറഞ്ഞാൽ മോശയുടെ തലയ്ക്കകത്തോ മോശയുടെ ബുദ്ധിയിലോ യുക്തിയിലോ ദൈവം ഒതുങ്ങത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നീ അവിടെ ചെന്ന് ഫറവോനോട് പറഞ്ഞാൽ മാത്രം മതി, അതിനപ്പുറം നിനക്ക് എന്നെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കയില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബൈബിൾ രചനയിൽ മാനുഷികമായ ബലഹീനതകളും മാനുഷികമായ കുറവുകളൊക്കെ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ ബുദ്ധിയിലും യുക്തിയിലുമാണ് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളെ പൂർണ്ണമായി ഒരിക്കലും മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ ബൈബിളിൽ ഉണ്ട്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ഇനി ഈ പഴയ നിയമം എഴുതപ്പെട്ടത് ഏത് കാലത്താണ്? നമുക്കറിയാം, അതിനെപ്പറ്റി വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം BC 1800-നും 1750-നും ആ കാലഘട്ടങ്ങളിലാണ് ദൈവം അബ്രാഹാമിനെ വിളിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നമുക്കറിയാം BC വർഷങ്ങൾ അത് പുറകോട്ടാണല്ലോ എണ്ണുന്നത്. അപ്പോൾ 1800-നും 1750-നും ഇടയ്ക്ക് കാലഘട്ടത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് ബഹുദൈവ ആരാധനയിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിലേക്കാണ്. അതുവരെ മനുഷ്യന് പ്രകൃതിയെ ആരാധിച്ചിരുന്ന ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്ന, പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു. അതിൽ നിന്ന് സത്യദൈവത്തെ ആരാധിക്കത്തക്കവണ്ണമുള്ള ഒരു ക്രമീകരണമാണ് ദൈവം അവിടെ ചെയ്യുന്നത്. അപ്പോൾ അബ്രഹാമിലൂടെ ഒരു ജനതയെ ദൈവം അവിടെ രൂപപ്പെടുത്തുകയാണ്. അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേൽ ജനം ആദ്യം മനസ്സിലാക്കിയ ദൈവം ഏതാണ്? വിടുതലിന്റെ ദൈവമാണ്. അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിച്ച ദൈവത്തെയാണ് ഇസ്രായേൽ ജനം ആദ്യം മനസ്സിലാക്കുന്നത്. അത് മോശയാണ് അവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത്. അതിനു മുമ്പ് പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പാട്ടുകളായും കഥകളായും ഒക്കെ അവരുടെ കയ്യിലുണ്ട്, നമുക്കറിയാമല്ലോ. അപ്പം ആ അനുഭവങ്ങളൊക്കെ അവരിങ്ങനെ കേട്ടും ഒക്കെ അവർ പഠിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആദ്യം മനസ്സിലാക്കുന്നത് അടിമത്തിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ. അതുകൊണ്ടാണ് വേദപണ്ഡിതന്മാർ പറയുന്നത് പഴയ നിയമത്തിൽ ആദ്യം എഴുതപ്പെട്ട പുസ്തകം പുറപ്പാട് പുസ്തകമാണ്. പഞ്ചഗ്രന്ഥങ്ങളെല്ലാം എഴുതിയതിനു ശേഷമാണ് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ എഴുതുന്നത്. ആ ഭാഗത്തെ ചരിത്രാതീത ചരിത്രം എന്നാണ് പറയുന്നത്. അത് വെറും ഒരു ഹിസ്റ്ററി അല്ല. ചരിത്രാതീത ചരിത്രം എന്ന് പറഞ്ഞാൽ
അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വാക്യ അർത്ഥത്തിൽ നമുക്ക് വിശദീകരിക്കുവാനും വ്യാഖ്യാനിക്കുവാനും പ്രയാസമാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ പ്യുവർ ഹിസ്റ്ററിയാണ്. അബ്രാഹാമിന്റെ ചരിത്രം, വാഗ്ദപിതാക്കന്മാരുടെ ചരിത്രം, പിന്നീടുള്ളത് മുഴുവൻ അത് ചരിത്രമാണ്. അപ്പൊ നമുക്കറിയാം അബ്രാഹാമിനെ വിളിച്ചു. പിന്നീട് നമുക്കറിയാം അബ്രാഹാമിനോട് യഹോവ ദൈവം പറഞ്ഞു. അതിനുശേഷം 430 സംവത്സരം ഈ ജനം മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു. വാഗ്ദത്ത പിതാക്കന്മാരിലെ യാക്കോബിന്റെ മക്കളിൽ നമുക്ക് ഇത് ജോസഫിന്റെ അടുത്ത് യാക്കോബ് വരുന്നതും, അപ്പൊ അതുകൊണ്ട് യാക്കോബ് ഇത് മരിക്കുന്നതും, പിന്നെ ജോസഫിന്റെ മരണവും. ജോസഫ് മരിച്ചതിന് ശേഷം പറയുന്നു ജോസഫിനെ അറിയാത്ത ഒരു ഫറവോ അവിടെ വന്നു. അവര് പിന്നെ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചു, അവരെ അങ്ങ് അടിമത്തത്തിലാക്കി. ആ അടിമത്തം കഴിഞ്ഞിട്ട് ഏകദേശം മോശ എഴുതിയ കാലഘട്ടത്തെ പറ്റി പറയുന്നത് അവിടുന്ന് അവരെ പിടിപ്പിച്ചുകൊണ്ട് 430 സംവത്സരം കഴിഞ്ഞു. പിന്നെ 1350-നും 1300-നും ഇടയ്ക്ക് ഇത് എഴുതിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ അതിന് മുമ്പുള്ള ചരിത്രം പിന്നീടാണ് എഴുതാൻ കാരണമായിട്ട് ഇത് തീർന്നിട്ടുള്ളത്. പിന്നീട് എഴുതാനുള്ള ഒരു കാരണമുണ്ട്. അനേക ചോദ്യങ്ങളെ ഒരുപക്ഷെ മോശ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. മോശ ദൈവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇസ്രായേൽ ജനം ചോദിച്ചിട്ടുണ്ട്, ആരാണ് ദൈവം? എവിടെയാണ് ദൈവം? ഈ പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചത്? എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ഈ ജീവജാലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി? അതിനെ ആര് സൃഷ്ടിച്ചു? എങ്ങനെ സൃഷ്ടിച്ചു? മനുഷ്യൻ എങ്ങനെ ഉണ്ടായി? മനുഷ്യനെ ആര് സൃഷ്ടിച്ചു? സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണല്ലോ, അവരെ ആര് സൃഷ്ടിച്ചു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മോശ തീർച്ചയായും ഉത്തരം പറയേണ്ട സാഹചര്യങ്ങൾ അന്ന് വന്നിട്ടുണ്ടാവും. അപ്പം അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പിൽക്കാലത്ത് പിന്നീടാണ്, അതുകൊണ്ടാണ് അതിനെ അതെഴുതുമ്പോൾ എന്നാൽ ലോകം സൃഷ്ടിച്ചെന്ന് മോശ കണ്ടിട്ടില്ല, മോശയ്ക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ആ കാലത്തുണ്ടായിരുന്ന മറ്റ് ധാരാളം പാരമ്പര്യങ്ങളുണ്ട് മറ്റുള്ള സമൂഹങ്ങളിലുള്ള, അതിനെയൊക്കെ എടുത്തിട്ട് യഹോവയും ഇസ്രായേലുമായുള്ള ഒരു ബന്ധത്തിൽ മോശ വിശദീകരിക്കുന്നതായിട്ടാണ് ഉൽപ്പത്തി 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ കാണുന്നത്. ഇത് 11-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വരെ, 11-ാം അധ്യായത്തിന്റെ 10 മുതൽ പിന്നീട് പ്യുവർ ഹിസ്റ്ററി അവിടെ ആരംഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ശേമിന്റെ ആ മകൻ അർപ്പക്ഷാദ്, പിന്നെ ആ ഒരു തലമുറ വന്ന് നാഹോറ്, തേരഹ്, അബ്രാഹാം. പിന്നീട് അതങ്ങോട്ട് ഒരു പ്യുവർ ഹിസ്റ്ററി നമുക്ക് മുന്നോട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇന്നത്തെ വർഷം നമ്മൾ കണക്കാക്കുമ്പോൾ ഏകദേശം 3300 വർഷങ്ങൾക്ക് മുൻപാണ് മോശ ഇത് എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കട്ടെ, അന്നത്തെ ഭൂമി, ആകാശം, സൗരയൂഥം എന്നിവയെ കുറിച്ചുള്ള മനുഷ്യന്റെ പ്രപഞ്ച വീക്ഷണവും ഇന്ന് ശാസ്ത്രം പറയുന്ന പ്രപഞ്ച വീക്ഷണവുമായി വളരെ അന്തരമാണ്. അന്ന് സയൻസ് ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. മനുഷ്യൻ കാണുന്ന എന്താണ്? അവൻ നിൽക്കുന്ന ഭൂമി, മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം, അല്ലെ? അപ്പൊ നമുക്ക് നാളെ അതിനെപ്പറ്റി നമുക്ക് കുറെ കൂടെ നമുക്ക് വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ആദ്യകാലങ്ങളിൽ ശാസ്ത്രജ്ഞന്മാരും അല്ലെങ്കിൽ മത നേതാക്കന്മാരുമായിട്ടുണ്ടായിട്ടുള്ള തർക്കങ്ങളും കലഹങ്ങളും അങ്ങനെ ധാരാളം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ സയൻസ് പഠിച്ചുകൊണ്ട് അന്നൊക്കെ മനുഷ്യൻ വിചാരിച്ചിരുന്ന ഭൂമി പരന്നതാണെന്ന്. അതുപോലെ തന്നെ വെള്ളം, മഴ എങ്ങനെ പെയ്യുന്നത്? ആകാശത്തിന് മുകളിലുള്ള വെള്ളം, അല്ലെ? നമ്മൾ അത് നോഹയുടെ പെട്ടകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെന്ത് വായിക്കുന്നത്? ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നു, 40 ദിവസം ഭൂമിയിൽ മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം വെള്ളം നമ്മുടെ ഈ ആകാശത്തിന് മുകളിൽ കെട്ടി നിൽക്കുന്നു എന്നുള്ള ഇത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് വിശദമായിട്ട് പഠിക്കാം. അവിടെ പറയുന്നുണ്ടല്ലോ, മൊത്തം വെള്ളമായിരുന്നു. ദൈവം ഇടയ്ക്ക് ഒരു വിധാനമുണ്ടാക്കി. വിധാനത്തിന് മുകളിലുള്ള വെള്ളം, താഴെയുള്ള വെള്ളം, താഴെയുള്ള വെള്ളം അതിന് സമുദ്രം എന്ന് പറയുന്നു. അതിനെ ദൈവം ഒരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ പിന്നെ കരയുണ്ടായി, അങ്ങനെ ഭൂമി ഉണ്ടായി എന്നൊക്കെ ആണ് ഇതിനകത്തുള്ള പറഞ്ഞു വരുന്നത്. അപ്പം സയൻസും ഇതുമായിട്ട് സംഘർഷമായി. പക്ഷെ മനുഷ്യൻ അന്ന് ആ രീതിയിൽ മാത്രമേ അവന്റെ ബുദ്ധിയിലും യുക്തിയിലും അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക്. അതുകൊണ്ടാണ്
അത് പ്യുവർ ഹിസ്റ്ററി അല്ല എന്ന് സഭ പറയുന്നതിൻ്റെ കാരണം അതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യേശു ക്രിസ്തുവിന് ഈ പഴയ നിയമത്തെ കുറിച്ചുള്ള യേശു ക്രിസ്തുവിൻ്റെയും പുതിയ നിയമ ഗ്രന്ഥകാരന്മാരുടെയും ആ മനോഭാവം എന്താണ്, അഥവാ വേദപുസ്തകത്തിന്റെ അല്ല പഴയ നിയമത്തിന്റെ ആധികാരികത എന്താന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ നല്ല. യേശുവിന് പഴയ നിയമത്തെ യേശു എങ്ങനെയാണ് കണ്ടത്? നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ നാളുകളിൽ പലപ്പോഴും യേശു പഴയ നിയമത്തിനുള്ള ബുദ്ധി പറഞ്ഞു അവരവരെ യേശുവിനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ, ശാസ്ത്രീയ പരീക്ഷന്മാർ ചോദ്യം ചെയ്യുമ്പോൾ യേശു പറഞ്ഞു, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് കർത്താവ് പലപ്പോഴും അവരെ ഉദ്ധരിച്ച് അവരെ വായിച്ച് കേൾപ്പിക്കുന്നതായും ബൈബിളിൽ പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരു ഉദാഹരണം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ-44. പിന്നെ അവൻ അവരോട്, ഇതാകുന്ന നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. അതെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ അവരുടെ ബുദ്ധിയെ ദൈവം തുറന്നതായി നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. അപ്പം അവിടെ ഇത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രവാചക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, സങ്കീർത്തനങ്ങളിലുണ്ട്. അപ്പൊ അതൊക്കെ നിവൃത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രൂശിൽ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ മോശ എഴുതിയ അതെല്ലാം യേശു ക്രിസ്തു പൂർണ്ണമായും അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇനി മത്തായിയുടെ സുവിശേഷം 5-17 അവിടെ യേശു പറഞ്ഞു, ഞാൻ വന്നത് ന്യായപ്രമാണം നീക്കാനല്ല, അത് നിവർത്തിപ്പാനാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം പഴയ നിയമത്തിൽ കൊടുത്തതാ. ആ ന്യായപ്രമാണത്തെ നീക്കിക്കളയാൻ ഞാൻ വന്നതല്ല, ഞാനത് നിവർത്തിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് യേശു ക്രിസ്തു അവിടെ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ യേശു അവരുമായിട്ട് ഒക്കെ തർക്കിക്കുമ്പോൾ പലപ്പോഴും അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ ഇത് എൻ്റെ പഠിപ്പിക്കലുകളെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ തിരുവെഴുത്തുകളുമായിട്ട് നിങ്ങൾ ഒത്തുനോക്കുവിൻ. അതുപോലെ തന്നെ തനിക്കെതിരായി ദൈവദൂഷണമൊക്കെ ആരോപിച്ച കർത്താവ്, നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിട്ടില്ലയോ എന്ന് കർത്താവോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ 10:35 യേശു പറഞ്ഞു, തിരുവെഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള തിരുവെഴുത്തിനൊന്നും നീക്കം വരാനൊക്കത്തില്ല, അത് പൂർണ്ണമായി പ്രാവർത്തികമായെങ്കിലേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ കർത്താവ് പിശാചിനെ നേരിടുന്നതായ സമയത്ത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും നമ്മൾ ഇത് വായിക്കുന്നുണ്ട്. കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത്, ആ സമയത്ത് പിശാചിനോട് കർത്താവ് പറഞ്ഞ വചനങ്ങളൊക്കെ പഴയ നിയമത്തിലെയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് കർത്താവ് പറഞ്ഞത് ആവർത്തന പുസ്തകം 6:16. പിശാച് യേശുവിനോട് അവിടെ ദൈവവചനം പറഞ്ഞിട്ടുണ്ട്, അതെ നീ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, നിന്റെ കാല് കല്ലിൽ തട്ടാതിരിക്കത്തക്കവണ്ണം നിന്നെ മാലാഖമാർ കാത്തുകൊള്ളുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അത് സങ്കീർത്തനം 91:11-12 വാക്യങ്ങൾ. പിന്നീട് ആവർത്തന പുസ്തകം 6:16 നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. പിന്നെ പിശാച് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. അത് ആവർത്തന പുസ്തകം 6:13. ഇവിടെല്ലാം കർത്താവ് എടുത്ത് ഉദ്ധരിച്ചത് മോശ എഴുതിയ പഴയ നിയമത്തിലെ ആ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് കർത്താവ് എടുത്ത് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം പുതിയ നിയമ ഗ്രന്ഥകാരന്മാരെല്ലാവരും യേശു മശിഹ എന്ന് മനസ്സിലാക്കുവാൻ പഴയ നിയമത്തിൽ നിന്ന് ധാരാളം ഉദ്ധരണികൾ, നമ്മൾ മത്തായിയുടെ, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളൊക്കെ നമ്മൾ വായിച്ചപ്പോൾ പഴയ നിയമത്തിലെ ഒരുപാട് ഉദ്ധരണികൾ നമ്മൾ അതിനകത്ത് വായിച്ചതാണ്. അതുപോലെ തന്നെ ലേഖനങ്ങളെല്ലാം ഉണ്ട്. പൗലോസ്ലീഹായും പത്രോസ്ലീഹായും എല്ലാവരും പഴയ നിയമത്തിലെ ഉദ്ധരണികൾ അനേക പ്രാവശ്യം. അപ്പോൾ അവരെല്ലാവരും, കർത്താവും സ്ലീഹന്മാരുമെല്ലാം പഴയ നിയമത്തിന് തക്കതായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത്
ദൈവം അത് നിവേശിതമായി അല്ലെങ്കിൽ പരിശുദ്ധാത്മ പ്രേരിതമായി മോശയാൽ എഴുതപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ അപ്രകാരം അതിനെ വിശ്വസിക്കാനുള്ളതായ ഒരു കാരണം. അതുപോലെ തന്നെ പഴയ നിയമ സംഭവങ്ങളെ പുതിയ നിയമ സംഭവങ്ങളുടെ നിഴലായി പരിഗണിച്ചിട്ടുണ്ട്. ഒന്നാണ് 1 കൊരിന്ത്യർ 10:1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അത് പുതിയ നിയമത്തിന്റെ നിഴലായി പഴയ നിയമത്തിൽ സംഭവിച്ചു എന്ന് പൗലോസ്ലീഹ പറഞ്ഞു. വായിക്കാമോ? 1 കൊരിന്ത്യർ 10:1 മുതൽ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. അതെ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അതെന്താന്ന് മനസ്സിലായോ? ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നതാണ്. മനസ്സിലായില്ലേ? അന്ന് മേഘസ്തംഭമായി യഹോവയായ ദൈവം അവരുടെ മുകളിലുണ്ട്. താഴെ വെള്ളമാണ്. അത് സ്നാനത്തെയാണോ സൂചിപ്പിക്കുന്നത്? പുതിയ നിയമത്തിൽ നമ്മുടെ സ്നാനത്തിന്റെ ഒരു മുൻകുറിയാണ്. പറഞ്ഞേ എല്ലാവരും ഒന്നുകൂടെ വായിച്ചേ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനത്തിന്റെ സ്നാനം ഏതായിരുന്നു? മനസ്സിലായോ? ചെങ്കടൽ കടന്നത്. ചെങ്കടൽ കടന്നത് സ്നാനമായിട്ട് പൗലോസ്ലീഹ പറയുക. വാസ്തവത്തിൽ വെള്ളത്തെ അവരെ ഉണങ്ങിയ നിലത്തൂടെ അവർ അക്കരെ കടന്നല്ലേ? വെള്ളത്തെ ചവിട്ടിയിട്ടില്ല. ഉണങ്ങിയ നിലത്തൂടെ അക്കരെ പോയെന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ പൗലോസ്ലീഹ പറയുന്നു അത് സ്നാനം. കാരണം പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനാണ് മോശ. പുതിയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനായ യേശുവിന്റെ നിഴലാണ്. മനസ്സിലാവുന്നുണ്ടോ? പുതിയ നിയമത്തിലെ യേശുവിന്റെ നിഴലാണ് പഴയ നിയമത്തിലെ മോശ. കാരണം പഴയ നിയമവും പുതിയ നിയമവും നിഴലും പൊരുളുമായി പിതാക്കന്മാർ പറയുന്നത് കൊണ്ടാണ്. പുതിയ നിയമത്തിൽ പൂർണ്ണമായി വരേണ്ടതിന്റെ ഷാഡോ, അതിന്റെ നിഴലാണ് പഴയ നിയമത്തിൽ കാട്ടിക്കൊടുത്തത്. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം. അതാണ് അവര് ഒരേ ആത്മീയ ആഹാരം. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അവർ ഒരേ ആത്മീയ ആഹാരവും ഒരേ ആത്മീയ പാനീയവും കുടിച്ചു. എന്താ അവര് കഴിച്ച ആത്മീയ ആഹാരം ഏതാ? മന്ന. മനസ്സിലായ? സ്വർഗത്തിൽ ദൈവം വീഴ്ത്തി കൊടുത്ത മന്ന. പാറയിൽ നിന്നുള്ള വെള്ളം അവർ കുടിച്ചു. അത് എന്തിന്റെ സൂചനയായിരുന്നു? യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളുടെ സൂചനയായിരുന്നു. നീ വായിച്ചോ? ഇപ്പം അത് ഒന്നുകൂടെ ആദ്യം മുതൽ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് വ്യക്തമാവും. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. അതെ, ആ പാറ ക്രിസ്തുവായിരുന്നു. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ആ സംഭവത്തെ പുതിയ നിയമത്തിന്റെ നിഴലായി പൗലോസ്ലീഹ ഇവിടെ എടുത്തു പറയുക. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധം. അപ്പൊ പഴയ നിയമം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പുതിയ നിയമത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പഴയ നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഭാഗികമായുള്ള ദൈവത്തിന്റെ ഇടപെടലും പുതിയ നിയമത്തിൽ അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ വരുന്നു. അതാണ് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ 1-2 വാക്യം നമ്മൾ നേരത്തെ വായിച്ചാണ്. പണ്ട് ഭാഗമായും വിവിധമായും വെളിപ്പെട്ട ദൈവിക രഹസ്യങ്ങളെ തന്റെ കാലക്രമത്തിൽ തന്റെ പുത്രനിലൂടെ പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെടുത്തപ്പെട്ടു. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള പ്രധാന ബന്ധം. അതാണ് നമ്മുടെ പിതാക്കന്മാർ അതിന് പറയുന്നത്. ഒരു ഉദാഹരണമുണ്ട്. വൃക്ഷം. ഒരു വൃക്ഷത്തിന് മണ്ണിനടിയിലോട്ടുള്ള ഭാഗമുണ്ട്, മണ്ണിന് മുകളിലേക്കുള്ള ഭാഗം. മണ്ണിനടിയിലുള്ളതാണ് വേര്. ആ വേര് അടിയിലുള്ളത് കൊണ്ടാണ് വൃക്ഷം മണ്ണിന് മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. മുകളിലേക്ക് നമ്മൾ മുകളിലുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ അവിടെ വൃക്ഷമുണ്ട്, ശാഖകളുണ്ട്, ഇലകളുണ്ട്, പൂക്കളുണ്ട്, ഫലങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണ്? വേരുള്ളത് കൊണ്ടാണ്.
വേര് നശിച്ചാൽ ഇത് മൊത്തം പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പഴയ നിയമം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ന് പഴയ നിയമ കാലമല്ല, പക്ഷെ പഴയ നിയമം നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് അതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ പഴയ നിയമം നമ്മൾ അതിൻ്റെ ആന്തരിക അർത്ഥത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ പുതിയ നിയമത്തിന്റെ പ്രസക്തി അതിൻ്റെ ആ ഫലങ്ങളിലേക്കാണ് പിന്നെ വരിക. വേരൊരിക്കലും നമുക്ക് ഫലമല്ല, വേര് മണ്ണിനടിയിലാണ്, ഫലം നമുക്ക് ലഭിക്കുന്നത് മണ്ണിന് മുകളിലാണ്. അതാണ് പഴയ നിയമം പുതിയ നിയമം മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ പഴയ നിയമത്തിലെ ആ സംഭവങ്ങളെ പുതിയ നിയമ സംഭവങ്ങളുടെ നിഴലായി പിതാക്കന്മാർ പരിഗണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ വായിച്ചു. ഇനി മറ്റൊന്നാണ് സ്വർഗത്തിൽ നിന്നുള്ള മന്ന, ജീവനുള്ള അപ്പമായ യേശുവിൻ്റെ പഴയ നിയമത്തിലെ നിഴലാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പഠിച്ചപ്പോൾ നമ്മളിത് വായിച്ചതാണ്. അപ്പോൾ യഹൂദന്മാർ നിങ്ങൾ സ്വർഗത്തിനുള്ള അപ്പം തരുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അപ്പന്മാരെ സ്വർഗത്തിനുള്ള അപ്പം ഭക്ഷിച്ചിട്ടുണ്ട്, മന്ന ഭക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു മന്ന ഭക്ഷിച്ചവരൊക്കെ മരിച്ചുപോയി, കാരണം അത് ശാരീരിക ജീവൻ നിലനിർത്താൻ വേണ്ടി കൊടുത്ത അപ്പമാണ്. എന്നാൽ ഞാൻ തരുന്ന അപ്പം ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, അതെൻ്റെ ശരീരവും എൻ്റെ രക്തവുമാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുക. വളരെ വ്യക്തമായി യേശു ക്രിസ്തു അവിടെ അത് പറയുന്നുണ്ട്. ഇപ്പോൾ പഴയ നിയമത്തിൽ മന്ന കൊടുത്തതും പാറയിൽ നിന്നുള്ള ആ വെള്ളം കൊടുത്തതും പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ശരീര രക്തങ്ങളുടെ പഴയ നിയമത്തിലെ നിഴലായി പിതാക്കന്മാർ കാണുന്നു. അതുപോലെ 2 കൊരിന്ത്യർ 5:17 നമുക്ക് കാണാൻ അറിയാവുന്ന വാക്യമാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. പഴയ നിയമത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പൊ നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി നമ്മൾ രൂപാന്തരപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ജനിച്ചു, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ജനിച്ചു. നമ്മൾ അതിനുശേഷം സ്ഥാനമേൽക്കുമ്പോൾ വേറൊരു ജനനം, ആത്മീയമായി മറ്റൊരു ജനനത്തിലേക്ക് നമ്മൾ അവിടെ പോവുകയാണ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നീക്കോദീമോസാണ് യേശുവുമായുള്ള സംഭാഷണം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അവിടെ നീക്കോദീമോസ് വന്ന് അതിനോട് കർത്താവ് പറഞ്ഞു നീ വീണ്ടും ജനിക്കണം. അപ്പൊ അവൻ ചോദിച്ചു അതെങ്ങനെ വീണ്ടും ജനിക്കാൻ പറ്റുന്നത്? ഒരുവൻ ജനിച്ച ശേഷം, മുതിർന്ന ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് അവന് വീണ്ടും ജനിക്കാൻ പറ്റും? അപ്പൊ കർത്താവ് പറഞ്ഞു അല്ല, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കണം, അതാണ് സ്നാനം. അതാണ് നമ്മൾ പുതിയ സൃഷ്ടിയായി നമ്മൾ അവിടെ രൂപാന്തരപ്പെടുകയാണ്. അല്ല, അതിനു മുമ്പുള്ള നമ്മുടെ സൃഷ്ടി എന്ന് വെച്ചാൽ ശരീരത്തിൽ നിന്നുള്ളത് അല്ലെങ്കിൽ ജഡത്തിൽ നിന്നുള്ളതാണ്. അതിൽ നിന്ന് ആത്മാവിലുള്ള ജനനമാണ് മാമോദീസയിൽ സംഭവിക്കുക. അതുപോലെ തന്നെ പഴയ നിയമ ദൈവാലയം, പുതിയ നിയമ സഭയെ സൂചിപ്പിക്കുന്ന എഫേസ്യ ലേഖനം 2:20-22 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം എന്ന് വായിക്കാമോ? 2:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പൗലോസ്ലീഹ പറയുന്നു, യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. മനസ്സിലായോ? ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നമ്മളെ പണിതിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാം ഓരോ ദേവാലയമായിട്ട് ഇവിടെ കാണുകയാണ്. നമ്മൾ ഈ സഭയുടെ അടിസ്ഥാനം യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്. അത് വാസ്തവത്തിൽ ഈ മൂലക്കല്ല് എവിടാ? അല്ല, മണ്ണിനടിയിലായിരിക്കുന്നത് അല്ലേ? അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ. അതിലാണ് സഭ ഈ മന്ദിരം പണിതുയരുകയാണ്. ഓരോരുത്തരും സഭയോട് ചേരുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഓരോ കല്ലുകളായിട്ട് മാറുകയാണ്. എന്ന് പറഞ്ഞാൽ സഭയെ ഒരു മന്ദിരമായിട്ട് പൗലോസ്ലീഹ ഇവിടെ കാണിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണ്, അപ്പസ്തോലന്മാരാണ്. മനസ്സിലല്ലേ? അപ്പം അത് ആ പഴയ നിയമത്തിലെ ദേവാലയവുമായി അതിനെ കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചിട്ട്, പഴയ നിയമത്തിലെ ദേവാലയങ്ങളായിരുന്നു സമാപനം, അല്ല യെരുശലേം ദേവാലയം പണിതപ്പോൾ അത് നല്ല അടിസ്ഥാനമിട്ടൊക്കെ പണിതില്ലേ? അത് പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൽ നമ്മൾ പുതിയ മന്ദിരമായി പണിയപ്പെടുന്നതിൻ്റെ സൂചനയായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പഴയ നിയമ എഴുത്തുകാരൊക്കെ പഴയ നിയമ പ്രതിരൂപങ്ങൾ യേശുവിനെ അവർ നൽകിയിട്ടുണ്ട്. അതിനകത്തുനിന്നാണ് മഹാപുരോഹിതൻ എന്ന് യേശുവിനെ എബ്രായ ലേഖനം പറയുന്നില്ലേ?
അവൻ മഹാപുരോഹിതനാണ്. മഹാപുരോഹിതനുള്ളത് പഴയ നിയമത്തിലായിരുന്നു. അതിനെ യേശുവിനെ മഹാപുരോഹിതനായിട്ടും യാഗമൃഗമായും ദൈവാലയമായും കഷ്ടപ്പെടുന്ന ദാസനായും ജയാളിയായ രാജാവ്, ഇങ്ങനെ ഒരുപാട് പ്രതീകങ്ങൾ, പ്രതിരൂപങ്ങൾ യേശുവിന് അവർ നൽകിയിട്ടുണ്ട് പുതിയ നിയമ എഴുത്തുകാരെ. ഇനി ഇത് ഏത് ഭാഷയിൽ എഴുതി എന്നുള്ളതാണ്. പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണ്, പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. പിന്നെ അറമായിക ഭാഷ ഇതിനകത്ത് അവിടെ ഇവിടെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ പ്രധാനമായിട്ട് എഴുതിയ എബ്രായ ഭാഷയിലാണ്. ആദ്യത്തെ 5 പുസ്തകം അറിയപ്പെടുന്നത് അതിനെ എബ്രായ ഭാഷയിൽ പെന്ററ്റൂക്ക് എന്നും ഗ്രീക്ക് ഭാഷയിൽ തോറ എന്നും മലയാളത്തിൽ നമ്മൾ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു. ആ 5 പുസ്തകമാണ് മോശ എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്നത്. എന്നാൽ ഇത് മോശ എഴുതിയതല്ല എന്ന് പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട്. ഇത് മോശ എഴുതിയതല്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിന് കാരണം അറിയാമോ? ആവർത്തന പുസ്തകം 34-ന്റെ 5-6 വാക്യം വായിച്ചു. ആവർത്തന പുസ്തകം 34-ന്റെ 5-6 വാക്യങ്ങൾ. യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് മരിച്ചു. അവൻ അവനെ മോവാബ് ദേശത്ത് ബെത്പോയിരിനെത്തിരെ എതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അപ്പൊ അതാണ് അവര് പറയാൻ കാരണം മോശ മരിച്ചതും മോശ അടക്കിയതും മോശയ്ക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സ്വാഭാവികമല്ലേ? അതാണ് അവരുടെ അത് ഇത് മോശ എഴുതിയതല്ല എന്ന് പറയാൻ വേണ്ടി കാണിക്കുന്ന ഭാഗമാണിത്. അത് മോശ മരിച്ച കാര്യം മോശയ്ക്ക് മരിച്ച ശേഷം എഴുതാൻ പറ്റുമോ? മോശ അടക്കിയ കാര്യം മോശയ്ക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അത് മോശ എഴുതിയതല്ല എന്ന് പറയുന്നതിന് അവർ കാണിക്കുന്ന ഏക തെളിവ് അതാണ്. അതിനെപ്പറ്റി സഭാപിതാക്കന്മാര് പറയുന്ന ഇതാണ്: ഒന്നുകില് മോശയ്ക്കൊരു ഇൻഡ്യൂഷൻ ലഭിച്ചിട്ടുണ്ട്, മോശയ്ക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. അപ്പം നമുക്ക് മോശ ഒരു ദൈവപുരുഷനായിരുന്നാലും ദൈവം ഒരുപാട് കാര്യങ്ങൾ മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. മോശയോട് ദൈവം നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് മോശയ്ക്ക് ഒരു ഇൻഡ്യൂഷൻ ലഭിച്ചിട്ട് മോശ എഴുതിയെന്ന് പറയുന്ന വേദപണ്ഡിതന്മാരുണ്ട്. അതല്ല, അത് മോശ മരിച്ചതിന് ശേഷം ആ ഭാഗം മോശയുടെ ശിഷ്യന്മാർ എഴുതി ചേർത്തു എന്ന് പറയുന്ന വേദപണ്ഡിതന്മാരും ഉണ്ട്. അങ്ങനെ 2 അഭിപ്രായം അതിനെപ്പറ്റിയുണ്ട്. ആ ഒരു കാര്യം മാത്രമേ മോശ എഴുതിയതല്ല എന്ന് പറയാൻ വേണ്ടി ഈ ഒരു ഭാഗം മാത്രമേ കാണിക്കുവാനുള്ളൂ. പക്ഷേ സഭാപിതാക്കന്മാർ എല്ലാ ക്രൈസ്തവ സമൂഹവും മുമ്പേ പറഞ്ഞ അബ്രഹാമിനെ പൂർവ്വപിതാവായി അംഗീകരിക്കുന്ന എല്ലാ മതങ്ങളും ഈ ആദ്യത്തെ 5 പുസ്തകം മോശ എഴുതി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഈ പഴയ നിയമം എഴുതാനുണ്ടായ സാഹചര്യം, അത് ആരെഴുതി എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇനി നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത് ആ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അത് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. അത് ഞാൻ പറഞ്ഞു ചരിത്രാതീത, അത് ചരിത്രമാണ്. അതുമായി ബന്ധപ്പെട്ട ആദ്യ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില അല്ലെങ്കിൽ മതപണ്ഡിതന്മാരും അല്ലെങ്കിൽ സഭാ നേതൃത്വം കൊടുത്ത പിതാക്കന്മാരും ശാസ്ത്രജ്ഞന്മാരും തമ്മിലുണ്ടായിട്ടുള്ള ഒരുപാട് തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് പുതിയ നിയമത്തിലെ 1-ാം അധ്യായം മുതൽ പ്രവേശിക്കുക. അതുകൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എൻ്റെ അർത്ഥം എന്താ വെച്ചാൽ പറയുന്നതെന്ന് രക്തചുരുക്കമായിട്ട് പറയാം. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ എല്ലാം സിംബോളിക്കായിട്ട് പല കാര്യങ്ങളും അത് സിംബോളിക്ക എന്ന് പറഞ്ഞ അല്ലെങ്കിൽ പ്രതീകാത്മകമാണ് എന്ന് പറഞ്ഞാൽ അറിയാലോ. നമുക്ക് ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഹൈന്ദവ ചിന്തയിൽ കുരുക്ഷേത്ര യുദ്ധമുണ്ട് അല്ലേ? പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള യുദ്ധമാണ്. അതിനെപ്പറ്റി കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഹിന്ദു സന്യാസി പ്രസംഗിച്ചത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്കത് മനസ്സിലായത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ യുദ്ധം എന്താന്ന് ചോദിച്ചാൽ അത് സാങ്കല്പിക കഥയാണ്.
അത് അക്ഷരാർത്ഥത്തിൽ ഇത് നടന്നല്ല, അത് മിത്താണ്. പക്ഷെ എന്തിനാ പറയുന്നത് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ് കുരുക്ഷേത്ര യുദ്ധം. അതിൽ നന്മയുടെ ഭാഗത്ത് ആള് കുറവാണ്, തിന്മയുടെ ഭാഗത്ത് ആള് കൂടുതലാണ്. നന്മ എന്നവിടെ ഉദ്ദേശിക്കുന്നത് പഞ്ചപാണ്ഡവന്മാരും തിന്മ എന്ന് ഉദ്ദേശിക്കുന്നത് കൗരവന്മാരുമാണ്. പക്ഷെ അവരുടെ ദൈവം ഈശ്വരൻ കൃഷ്ണൻ എപ്പോഴും പാണ്ഡവന്മാരുടെ കൂടെയാണ്. ആത്യന്തിക വിജയം നന്മയ്ക്കാണ്. ഒരു ആദ്യം തിന്മ ജയിച്ചതായിട്ട് തോന്നും, പക്ഷെ ആത്യന്തിക വിജയം നന്മയ്ക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന പാഠം ജനത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു യുദ്ധം അല്ലെങ്കിൽ അങ്ങനെ വളരെ പ്രതീകാത്മകമായിട്ട് ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ആ സത്യമാണ് അതിലൂടെ വെളിവാക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മുടെ ഇനിയും നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ കാണും, നമ്മുടെ സഭാപിതാവായിരുന്ന ഓറിഗൻ അല്ലെങ്കിൽ തത്വചിന്തകനായ ഫിലോ, ഇപ്പൊ നാളെ ഇത് പറയാം, അവരൊക്കെ പറഞ്ഞു ഇപ്പം ദൈവം ഇപ്പം സ്ത്രീയും പുരുഷനുമായിട്ട് ആ മനുഷ്യരെ സൃഷ്ടിച്ചു, ഇപ്പം പുരുഷന്റെ വാരിയിൽ നിന്ന് സ്ത്രീയെ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഒരു വാരിയിൽ ദൈവം എടുത്തിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അതിനെ ഒരു മാംസമൊക്കെ പിടിപ്പിച്ച ഒരു സ്ത്രീയായിട്ട് ദൈവം അല്ലെങ്കിൽ പിന്നെ മറ്റെല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാത്തിനും ഉണ്ടല്ലോ ജീവൻ വന്നില്ല. അതങ്ങനെ അത് സ്ത്രീ പുരുഷ ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സ്ത്രീ പുരുഷന്റെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. ആ ഒരു ബന്ധം മനസ്സിലാക്കാൻ വേണ്ടി അത് വളരെ സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുന്നു എന്ന രീതിയിലാണ് സഭാപിതാക്കന്മാർ അതിന് കൊടുത്തിരിക്കുന്നതായ വ്യാഖ്യാനം. അപ്പൊ അതുകൊണ്ട് ഈ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എല്ലാത്തിനും നമുക്ക് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ കൊടുത്ത് നമുക്ക് വ്യാഖ്യാനിക്കുക പ്രയാസമാണ്. അത് നമുക്കറിയാം, ഇത് തിയോളജി പഠിച്ചിട്ടുള്ള അവർക്കൊക്കെ അത് മനസ്സിലാകും. അതിനെപ്പറ്റി പറയുന്നത് JEDP എന്ന് പറയുന്ന 4 പാരമ്യങ്ങളുണ്ട്. അതായത് നമുക്ക് ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. JEDP എന്ന് പറഞ്ഞാല് ജഹോവിസ്റ്റ്, എലോഗിസ്റ്റ്, ഡ്യൂട്രോണമിസ്റ്റ്, പ്രീസ്ലി എന്ന് പറയുന്ന 4 പാരമ്പര്യങ്ങളുണ്ട്. അതായത് ദൈവത്തെ യഹോവ എന്ന് വിളിച്ച് ആരാധിച്ചിരുന്ന സമൂഹത്തിന്റെ അവരുടെ പാരമ്പര്യങ്ങളും അവരുണ്ടാക്കിയതായ കഥകളുമുണ്ട്. അതിനാണ് ജഹോവിസ്റ്റ് എന്ന് പറയുന്നതാണ് ജെ പാരമ്പര്യം എന്ന് പറയും. എന്നാൽ ദൈവത്തെ എലോഹിം എന്ന് വിളിച്ച് ആരാധിച്ചിരുന്ന മറ്റൊരു സമൂഹമുണ്ട്, അവരാണ് എലോഹിസ്റ്റ്. അതാണ് നമ്മുടെ കർത്താവും ക്രൂശിൽ കിടന്ന് പറഞ്ഞ ഏൽ ലമ്മ ശബക്താനി. ഈ ഏൽ എന്ന വാക്കിൽ നിന്നാണ് സുറിയാനിയിൽ ആലോഹോ ദൈവം എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മൂന്നാമത് ഉണ്ടായിരുന്ന ഡ്യൂട്രോണമിസ്റ്റ് എന്ന് പറയും. അതായത് പ്രവാചകന്മാരുടെ ആ പ്രസംഗങ്ങളിൽ ആകൃഷ്ടരായിട്ട് ന്യായപ്രമാണം, ഇസ്രായേൽ ചരിത്രവും എല്ലാം കൂടെ അവർ ക്രോഡീകരിച്ചിട്ട് വന്നിട്ടുള്ളതായ ഒരു പാരമ്പര്യമുണ്ട്. അതിനുശേഷം പിന്നെ ആ കാലം കൊണ്ടായിരുന്ന പുരോഹിതന്മാർ ശേഖരിച്ച പാരമ്പര്യങ്ങളും രചനാരൂപവുമുണ്ട്. അതിന് പ്രീസ്ലി എന്ന് പറയും. അതാണ് JEDP എന്ന് പറയും. ജഹോവിസ്റ്റ്, എലോഹിസ്റ്റ്, ഡ്യൂട്രോണമിസ്റ്റ്, പ്രീസ്ലി. ആ 4 പാരമ്പര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ ഉള്ളത്. അത് പലതും സിംബോളിക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് 1 മുതൽ 11 വരെയുള്ള ഭാഗത്തെ ചരിത്രാതീത ചരിത്രം, അത് ഒരു പ്യൂർ ഹിസ്റ്ററി അല്ല, ചരിത്രാതീത ചരിത്രം എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ നമ്മൾ വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ പുരാതന പാട്ടിൽ തന്നെ നമ്മൾ പാടുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇറങ്ങിയ കാലത്തൊന്നും ഇന്നത്തെ പോലെ നമുക്ക് പുസ്തകങ്ങളോ പാട്ട് എഴുതാൻ അതൊന്നും രീതിയില്ല. അതിനകത്ത് എഴുതേക്കുന്നത് ഒത്തുതിരിച്ചവർ കപ്പൽ കയറി പാടുന്നിടത്ത് നമ്മളെന്താ പാടുന്നത്? 7 4 വെടിയും വെച്ചു, അല്ലേ? നമ്മൾ പാടുന്നുണ്ട്. പക്ഷെ ആ കാലത്ത് വെടിമരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. നമ്മൾ വരുന്ന കാലത്ത് വെടിമരുന്നേ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 7 4 വെടി വെക്കുന്നത്? പക്ഷെ അന്ന് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടായിട്ട്, പക്ഷെ ഇത് വെടിമരുന്ന് കണ്ടുപിടിക്കാൻ പിന്നീടുള്ള കാലത്ത് ഇത് എഴുതുന്നത്. പക്ഷെ നമ്മൾ വന്നു എന്നുള്ളത് സത്യമാണ്, നമ്മളെ സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിൽ വിശദീകരണത്തിൽ ചിലപ്പം ചില വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്പൊ അതുകൊണ്ടാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ ചരിത്രാതീത ചരിത്രമായി, അതിൻ്റെ പിന്നിൽ ഒരുപാട് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പാരമ്പര്യങ്ങളെ, കഥകളെ, ഗീതങ്ങളെ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ആ രീതിയിൽ വേണം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അധ്യായങ്ങളെ നമ്മൾ കാണാനും നമ്മൾ വിലയിരുത്താനും.
ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ബൈബിളും ശാസ്ത്രവുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു സംഘർഷവും അതിനുശേഷം സഭാപിതാക്കന്മാര് ആ ശാസ്ത്രത്തെ പിന്നീട് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് 1-ാം അധ്യായം മുതൽ പ്രവേശിക്കാമെന്ന് കരുതുന്നു. ഇത് ആമുഖമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ നിങ്ങൾക്കിത് എത്രമാത്രം നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വളരെ ദീർഘമായ ഒരു കാര്യമാണ്. അത് ഒരുപാട് നാളുകൾ കൊണ്ടൊക്കെ നമ്മൾ കുറേശ്ശെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അത് മുഴുവൻ ഇപ്പം നമുക്ക് പഠിക്കണം. നമുക്ക് വേദപുസ്തകം മോശ എഴുതി എന്നുള്ള ആ വിശ്വാസത്തിലാണ് എല്ലാവരും അതിനെ ഉൾക്കൊള്ളുന്നത്. ആദിമകാലം മുതൽ നമ്മുടെ കർത്താവും ആ രീതിയിലാണ് പഴയ നിയമത്തെ സ്വീകരിച്ചത് നമ്മളിപ്പോൾ കണ്ടു. ഒരു കർത്താവ് പറഞ്ഞു, ഞാൻ അത് പൂർത്തീകരിക്കാൻ വന്നത്, നീക്കാൻ വന്നവനല്ല, അത് പൂർത്തീകരിക്കാൻ വന്നവനാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഇപ്പോഴും പഴയ നിയമത്തിലുള്ള ഉദ്ധരണികൾ എടുത്തതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ അതിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പൊ ഞാൻ എടുത്ത ഈ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.